144 വർഷത്തിന് ശേഷം വന്നെത്തുന്ന മഹാകുംഭമേളയ്ക്ക് ഇന്ന് പ്രയാഗ്രാജിൽ തുടക്കം. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിലേക്ക് വിദേശികൾ ഉൾപ്പെടെ 45 കോടിയിലേറെ പേർ എത്തുമെന്നാണ് പ്രതീക്ഷ. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി ഇന്നലെ നടന്ന ത്രിവേണി സ്നാനത്തിൽ മാത്രം പങ്കെടുത്തത് 25 ലക്ഷത്തിലേറെ ഭക്തരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചടങ്ങിലേക്ക് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തി ക്ഷണിച്ചിരുന്നു. പൗഷ് പൂർണിമ മുതൽ ഫെബ്രുവരി 26 മഹാശിവരാത്രി വരെ 45 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് ചടങ്ങുകൾ. മകരസംക്രാന്തി ദിനത്തിലും ജനുവരി 14, മൗനി അമാവാസി ദിനത്തിലും ജനുവരി 19, വസന്ത പഞ്ചമി ദിനത്തിലും ഫെബ്രുവരി 3, മാഹി പൂർണിമ ദിനത്തിലും ഫെബ്രുവരി 12, മഹാശിവരാത്രി ദിനത്തിലുമാണ് പ്രധാന സ്നാനങ്ങൾ നടക്കുക. മഹാശിവരാത്രി ഫെബ്രുവരി 26-നാണ്. കുംഭമേളയിൽ പങ്കെടുത്ത് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതോടെ പാപങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. മഹാകുംഭമേളയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് UP സർക്കാർ നടത്തിയിരിക്കുന്നത്. സജ്ജീകരണങ്ങൾക്കായി മാത്രം 7000 കോടി രൂപ ചിലവഴിക്കുന്നു. 2019-ൽ 24 കോടി പേർ പങ്കെടുത്ത കുംഭമേളയ്ക്ക് വേണ്ടി UP സർക്കാർ ചെലവഴിച്ചത് 3500 കോടി രൂപയായിരുന്നു. അന്ന് താത്കാലിക നഗരവിന്യാസത്തിനു വേണ്ടി 3200 ഹെക്ടർ സ്ഥലമാണ് നീക്കിവെച്ചതെങ്കിൽ ഇത്തവണ അത് 4000 ഹെക്ടറാണ്. പ്രയാഗ്രാജിൽ 12 കിലോമീറ്റർ നീളത്തിൽ സ്നാനഘട്ടുകൾ തയ്യാറാക്കി. കുംഭമേള സമയത്ത് ഇത് 8 കിലോമീറ്റർ ആയിരുന്നു. വാച്ച് ടവർ, അണ്ടർ വാട്ടർ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ വിപുലമായ സുരക്ഷാ നടപടികളും തയ്യാറാക്കിയിട്ടുണ്ട്. കുംഭമേള നടക്കുന്ന ദിവസങ്ങളിലാകെ 3000 സ്പെഷ്യൽ സർവീസുകൾ ഉൾപ്പെടെ 13000 ട്രെയിൻ സർവീസുകളും നടത്തും. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി 3000 ക്യാമറകൾ അധികമായി സ്ഥാപിച്ചു. ഭക്തർക്ക് താമസിക്കുന്നതിനായി കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ITTCയും പ്രയാഗ്രാജിൽ പ്രത്യേക ലക്ഷറി ടെന്റുകളും ഒരുക്കിയിട്ടുണ്ട്. 14,000 മുതൽ 45,000 വരെയാണ് ITTCയുടെ ഇത്തരം ലക്ഷറി സൂട്ടുകൾ ഒരു ദിവസത്തെ വാടക. ചുരുക്കി പറഞ്ഞാൽ ഇത് സമ്പന്നരായ ഭക്തർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. മഹാകുംഭമേളയിലൂടെ സംസ്ഥാനത്തെ 2 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ കുംഭമേള, അർദ്ധ കുംഭമേള, മാഘകുംഭമേള, മഹാകുംഭമേള എന്നിങ്ങനെ പലതരത്തിലുള്ള കുംഭമേളകളുണ്ട്. ഹരിദ്വാർ, പ്രയാഗ്രാജ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലായി 3 വർഷം കൂടുമ്പോഴാണ് കുംഭമേളകൾ നടക്കുക. അർദ്ധ കുംഭമേളകൾ 6 വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കും. 12 വർഷങ്ങളുടെ ഇടവേളകളിലാണ് പൂർണ്ണ കുംഭമേള. 12 പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള വരുന്നത്. പ്രയാഗ്രാജിൽ മാത്രമായിരിക്കും മഹാകുംഭമേള നടക്കുക.